ആദില, നൂറ, ജിസേൽ. അതെ, ഈ 3 പെൺകുട്ടികളാണ് അനുവിനെതിരായിട്ട് നിൽക്കുന്നത്. അതെ, അനുവിന്റെ ഗെയിം അല്ലെങ്കിൽ കണ്ടന്റ് എല്ലാം ശ്വസിക്കുന്ന വായു ഒഴിച്ച് ബാക്കിയെല്ലാം അനുവിന് കണ്ടന്റ് ആണെന്നാണ് പറയുന്നത്, പാവ ഉൾപ്പെടെ. അതെ, ഞാനൊരു കംബാക്ക് നടത്താൻ പോകുന്നെന്ന് ആദില പറയുകയാണ്. അതായത് എനിക്ക് പറ്റത്തില്ല അനുവിന്റെ സാരി തുമ്പ് പിടിച്ച് നടന്നെന്ന് പുറത്തെനിക്ക് ഇന്റർവ്യൂവിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് ഉത്തരം പറയും? അതായത് അനുവിന്റെ എല്ലാ സംഭവങ്ങളും, എല്ലാ കണ്ടന്റുകളും, സ്ട്രാറ്റജികളും അല്ലെങ്കിൽ ഒറ്റപ്പെടൽ സംഭവങ്ങളും എല്ലാം പൊട്ടിച്ച് കളയുകയാണോ ആദിലയും നൂറയും? ജിസേൽ പറയുന്നു, ഒരു മത്സരാർത്ഥികളെ ഒന്നും ചിന്തിക്കാതെ നീ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും അവരെ ഇട്ട് വേദനിപ്പിച്ചത്, അതിന്റെ കോൺസിക്വൻസസ്, ഫലങ്ങളൊന്നും അറിയാണ്ട് നീ ചെയ്യുന്നത് തെറ്റല്ലേ? നീ സോറി പറയണ്ടേ എനിക്കെതിരെ ഇങ്ങനെ ഒരു അലിഗേഷൻ ഇട്ടിട്ട്? അനു പറയുന്നു സോറി പറയത്തില്ല എന്ന് പറയുന്നു. എന്നാൽ നീ ഒരു നല്ല മനുഷ്യനല്ല എന്ന് ജിസേൽ പറയുകയാണ്. 3 പെണ്ണുങ്ങൾ ഇവിടെ അനുവിന് എഗൻസ്റ്റ് ആയിട്ട് നിന്ന് കളിക്കാൻ പോവുകയാണ്. നമുക്ക് നോക്കാം അവരുടെ ഗെയിം എങ്ങനെ പോകുന്നുള്ളത്. വീക്ക്ലി ടാസ്ക് ഫൈനലി വന്നിരിക്കുന്നു. അതെ, വീക്ക്ലി ടാസ്ക്. അതിനകത്ത് കൊടുത്തേക്കുന്ന ആ ടീമപ്പ് ബിഗ് ബോസ് കളിച്ചിരിക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുക്കളൊക്കെ ടീമപ്പ് ചെയ്തിരിക്കുകയാണ്. ജിസേൽ, അനു, ശൈത്യ, ഒടുക്കത്തെ ടീം അല്ലേ? അത് അനീഷ്, ശരത്, അതേപോലെ തന്നെ അനീഷ് ശരതിനെയും കൂടെ ഒന്നിച്ചിട്ടു, റെനേനെയും മസ്താനിനെയും കൂടെ ഒന്നിച്ചിട്ടു. അങ്ങനെയാണ് ബിഗ് ബോസ് ടീമപ്പ് ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല, നല്ല സൂപ്പർ പവർ, ബിഗ് ബോസ് ചരിത്രത്തിൽ പോലും ഇത്രയും ആൾക്കാർക്ക് സൂപ്പർ പവർ കൊടുത്തിട്ടില്ല പറയാം. അത് കഴിഞ്ഞിട്ട് ഇന്ന് രേണുവിനെതിരായിട്ട് ആര്യൻ പറഞ്ഞ ഒരു വൃത്തികെട്ട ഡയലോഗ്, അത് തമാശയല്ല. അത് സുധിച്ചേട്ടൻ്റെ അടുത്ത് പൊക്കോട്ടെ എന്ന് പറഞ്ഞാൽ അത് തമാശയല്ല ആര്യൻ, തമാശയല്ല. ഇനി പണിപ്പുര ടാസ്കില് ബിഗ് ബോസ് കളിച്ചു എന്ന് വേണം പറയാൻ. ജിഷൻ ചെയ്തത് കറക്റ്റ് ആയിരുന്നുവോ? നമുക്ക് സംസാരിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. കഥയുടെ ഗതി മാറിയിരിക്കുന്നു, ഗെയിം മാറിയിരിക്കുന്നു, ഗെയിം ട്വിസ്റ്റ് ചെയ്തിരിക്കുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ആദിലെ നൂറേനെ ഒന്ന് ശ്രദ്ധിച്ചോളാൻ? എത്ര ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ചയായിട്ട് ഞാൻ പറയുന്നുണ്ട് ആദിലെ നൂറയുടെയും ഗെയിം ശ്രദ്ധിച്ചു കൊള്ളൂ എന്ന്. ഇപ്പൊ എങ്ങനെയുണ്ട്? കൂടെ നമ്മുടെ പുള്ളിക്കാരിയെ നിന്ന് ഒബ്സർവ് ചെയ്ത് അനുവിന്റെ ഓരോ കാര്യങ്ങളും പൊട്ടിച്ച് കളയാണ്. അതും വളരെ സ്മൂത്ത് ആയിട്ട്, എലഗന്റ് ആയിട്ട് ഓരോ കാര്യങ്ങളും ഇങ്ങനെ പൊട്ടിച്ച് കളയുന്നുണ്ട്. വഴക്കിട്ടിട്ടല്ല, എഗൻസ്റ്റ് ആയിട്ടില്ല, ഒന്നുമില്ല. അനു ഇത് മനസ്സിലാക്കുന്നുണ്ടോ? ഇന്ന് എപ്പിസോഡിനകത്ത് അവസാനം കാണിച്ചത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ പോർഷനാണ് ഈ ബിഗ് ബോസിന്റെ തന്നെ അല്ലെ? ആദില ഇവിടെ ശൈത്യയോട് സംസാരിക്കുന്നത്. അതായത് ഈ അനു എന്ന് പറഞ്ഞ ഈ കണ്ടസ്റ്റന്റിന്റെ ശ്വാസം ഒഴിച്ചാൽ ബാക്കിയെല്ലാം ഈ ലവ് കോംബോ ആര്യനുമായിട്ടുള്ള അതെല്ലാം കണ്ടന്റിന് വേണ്ടി മാത്രമാണ്. ഈ ഫുഡ് ഉണ്ടാക്കുന്നത്, കരയുന്നത്, ഫുഡിന് വേണ്ടിയിട്ടുള്ള വഴക്ക്, എല്ലാ കാര്യങ്ങളും കണ്ടന്റ് മാത്രമാണ്. ഇനി ഞാൻ ഈ പണിക്ക് നിൽക്കത്തില്ല, ഞാൻ തിരിച്ചു വരാൻ പോവുകയാണ്. അനുവിന്റെ സാരിത്തുമ്പിൽ നടന്നു എന്നുള്ള ഒരു പേര് എനിക്ക് വേണ്ട. ശരിക്കും കട്ടപ്പ അനുവാണ്. അതെ, ഇപ്പൊ ശൈത്യ പറയുന്നു ആ പാവ പോലും അവക്കൊരു കണ്ടന്റ് ആണെന്നുള്ളത്. സത്യം. ഇനി ഇവരെങ്ങനെയായിരിക്കും ഇവർ തിരിച്ച് ഫൈറ്റ് ചെയ്യാൻ പോകുന്നത് അനുവിനെതിരെ? എനിക്കത് കാണണം. എങ്ങനെയാണ് അവർ ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്? ഇനി കിച്ചണിനകത്തൊരു വഴക്കുണ്ടായിരുന്നല്ലോ. ഇത് അനു ഇന്ന് ഒറ്റപ്പെടൽ സ്ട്രാറ്റജി ആയിട്ട് പുറത്തേക്ക് പോയി. അപ്പൊ ഈ ഒരു സംഭവത്തിലും ആദിലയും നൂറയും വളരെ മനോഹരമായിട്ട് അനുവിന്റെ പുറകെ പോയി അതങ്ങ് ബ്രേക്ക് ചെയ്തെടുത്തു. അതായത് അനുവിന് ഡബിൾ സ്റ്റാൻഡ് ആണെന്നാണ് കാണിക്കുന്നത്. അതായത് ബാത്റൂം ക്ലീൻ ചെയ്യുമ്പോൾ പുള്ളിക്കാരി പറയുന്നത് ഞാൻ ക്ലീൻ ചെയ്തോളാം, എൻ്റെ വീടല്ലേ, എൻ്റെ വീട് പോലെയാണ് ഞാനിത് കാണുന്നത്, എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ കുളിക്കുമ്പോൾ അങ്ങ് ക്ലീൻ ചെയ്തെങ്കിൽ വന്നോളാം. എന്നാൽ അതേ അനു തന്നെ കിച്ചൺ ടീമിൽ കയറുമ്പോഴത്തേക്കും ഒരു ദോശ കഴിച്ചാൽ മതി, 2 ദോശയൊക്കെ മതി, വയറ് നിറഞ്ഞോളും, പിന്നെ ഇത്ര വലിയ കാര്യമൊന്നുമില്ല എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഇത് സ്വന്തം വീടൊന്നും അല്ലല്ലോ, ഒരു ദോശയൊക്കെ കഴിച്ചിട്ട് വിശപ്പടക്കിയാൽ മതി എന്ന് പറയുന്നു. അപ്പൊ അവിടെ ഡബിൾ സ്റ്റാൻഡ് അല്ലേ എന്ന് ആദിലയും നൂറയും പറയുന്നു. സോ ഞാൻ ഈ കുട്ടികൾ അത്രമാത്രം അനുവിനെ ഒബ്സർവ് ചെയ്ത് ഗെയിം പൊളിക്കുന്നുണ്ട്. വേറെ ആരും ഇതിന് എഗൻസ്റ്റ് ആയിട്ട് ഇല്ല. ഈ ആദിലയും നൂറ ഞാൻ പറഞ്ഞില്ലേ, ഇവര് കൂടിയത് അനുവിന്റെ ഗെയിം ഒബ്സർവ് ചെയ്യാനാണ്, അനുവിന് എഗൻസ്റ്റ് ആയിട്ടാണ് അവർ കളിക്കുന്നത് എന്നുള്ളത്. പിന്നെയുള്ളത് ജിസേൽ എന്ന് പറഞ്ഞു നീ റിവെഞ്ച് എടുക്കുകയാണോ? നിന്റെ റിവെഞ്ച് സ്വഭാവം നിർത്ത്, നീ സോറി പറയണം. കാര്യം നീ എനിക്കെതിരെയുള്ള അലിഗേഷൻസ് മാറ്റണം, നീ ചെയ്യുന്ന തെറ്റാണ്. മറ്റ് മത്സരാർത്ഥികളോട് നീ കാണിക്കുന്നത് ഒന്നും മനസ്സിലാക്കാതെ കാണിക്കുന്നതും, അത് കഴിഞ്ഞ് നീ എല്ലാം അവരോട് തെറ്റ് ചെയ്തിട്ട് നീ കരയുന്നതും, അത് നിന്നോട് ആ പ്രേക്ഷകർക്ക് സിമ്പതി തോന്നാൻ വേണ്ടിയിട്ടല്ലേ? യു ആർ പ്ലേയിങ് എ വിക്ടിം കാർഡ് എന്നാണ് ജിസേൽ പറയുന്നത്. ഞാൻ സോറി പറയൂല എന്ന് അനു പറയുന്നു. നീ സോറി പറഞ്ഞില്ലെങ്കിൽ നീ ഒരു നല്ല മനുഷ്യനല്ല അനു, ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, മറ്റുള്ളവർക്ക് എന്തൊക്കെ ബാധിക്കും എന്നുള്ള കോൺസിക്വൻസസ് നീ അറിയണം എന്നാ പറയുന്നത്. സോ ഇവിടെ 3 ശൈത്യം കൂടി ഉണ്ട് ഇതിനകത്ത്. പക്ഷെ ശൈത്യ കളിക്കുന്നത് നേരെ നിന്നല്ല, സ്ട്രെയിറ്റ് അല്ല, ഇടയിൽ നിന്ന് കളിക്കുക. അത് കുറച്ചും കൂടെ മുന്നോട്ട് വരണം പുള്ളിക്കാരി. ആദില, നൂറ ആൻഡ് ജിസേൽ, ഈ 3 പിള്ളേരാണ് ഇപ്പോൾ
കറന്റ് ഗെയിം മാറ്റാൻ പോണത്. ഇനി അടുത്തത് വീക്ക്ലി ടാസ്ക്. അങ്ങനെ മാസങ്ങൾക്ക് ശേഷം നമ്മൾ പറഞ്ഞ് വീക്ക്ലി ടാസ്ക് വന്നിരിക്കുകയാണ്. കിരീട യുദ്ധം. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ഇതിന് ടീം ഡിവൈഡ് ചെയ്തത് ബിഗ് ബോസ്. എൻ്റെ പൊന്നോ, ഒടുക്കത്തെ ഗെയിമായി പോയി ബിഗ് ബോസിന്റെ. ശത്രുക്കളെ എല്ലാവരെയും കൂടെ ചേർത്ത് വെച്ചുള്ള ടീം. അത് മാത്രമല്ല ഇവരെ ഭയങ്കര സൂപ്പർ പവർ കാണിച്ച് കൊതിപ്പിച്ചിട്ടുണ്ട്. 3 ആഴ്ചത്തെ നോമിനേഷൻ നമുക്ക് ഒരാളെ ചെയ്യാം. ഇതിന് 3 പേര് വെച്ചിട്ടാണ് 7 ടീം. അതിൽ അവസാനം ഒരു ടീമേ വിജയിക്കുള്ളൂ. മനസ്സിലായില്ലേ? ഈ ലാസ്റ്റ് ജയിക്കുന്ന ടീമിന് ഒരു ടീമിന് ഒരു ക്യാപ്റ്റനുണ്ട്, 2 സഹായികളുണ്ട്. എന്നിട്ട് അവസാനം ജയിക്കുന്ന ടീമിന് 3 പവർ കിട്ടും. അതിൽ ഒന്നെന്ന് പറയുന്നത് നോമിനേഷനാണ്. നോമിനേഷൻ പവർ. അതും അടുത്ത 3 ആഴ്ചത്തേക്കുള്ള നോമിനേഷൻ പവർ ഒരാൾക്ക് കിട്ടും. എനിക്ക് കിട്ടുകയാണെങ്കിൽ എനിക്ക് 3 ആഴ്ചത്തേക്ക് ഓരോരുത്തരെ നോമിനേറ്റ് ചെയ്യാം. ഡയറക്റ്റ് നോമിനേഷൻ. അത് ഒരു മാസത്തേക്ക് ഒരാളെ തന്നെ വേണമെങ്കിൽ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്ത് പുറത്താക്കാം വീടുന്ന്. മനസ്സിലായില്ലേ? രണ്ടാമത്തെ പവർ ഇമ്മ്യൂണിറ്റി പവർ. 3 ആഴ്ചത്തേക്ക് നമ്മൾ ഒരാൾ ഇമ്മ്യൂണാണ് ആ ടീമിലെ. അതായത് ഒരു മാസം ഏകദേശം നമ്മൾ ഇമ്മ്യൂണാ. നമ്മളെ പുറത്താക്കാനേ പറ്റൂല. ഒരു മാസം നമ്മൾ, അതും മിഡ് മാസം. അതായത് ബിഗ് ബോസിന്റെ ഒരു മാസം കഴിഞ്ഞു, മെയിൻ മാസമാണ് നടുക്കത്തെ മാസം. ആ മാസം നമ്മൾ ഇമ്മ്യൂണാകും എന്ന് പറഞ്ഞാൽ അതിൽ പല ഒരു പവർ വേറെ ഇവിടെ. പിന്നെ ഫാമിലി വീക്ക്. അതെനിക്ക് വലിയ പവറായിട്ട് തോന്നുന്നില്ല. കാര്യം നമുക്ക് എല്ലാവർക്കും അതിൻ്റെ ആവശ്യമില്ല. അതൊരു വീക്ക് പവറാണ്. കാര്യം ഒരു ദിവസം നമ്മുടെ ഫാമിലി കൂടെ നിൽക്കും. ഇത് അങ്ങനെയല്ല, ഒരാഴ്ച നമ്മുടെ ഫാമിലി കൂടെ നിൽക്കും എന്നാണ് പറയുന്നത്. ലാസ്റ്റ് നല്ല രസമായിരിക്കും, പക്ഷേ ലാസ്റ്റ് വരെ നമ്മളവിടെ വേണം. ലാസ്റ്റ് വരെ നിന്നില്ലെങ്കിൽ പണി പാടും. അപ്പോൾ ഇവിടെ ഒരു ഗെയിം കളിക്കാം. ലാസ്റ്റ് വരെ നിൽക്കാൻ നമുക്ക് തോന്നാത്ത ആൾക്കാർക്ക് അതങ്ങ് കൊടുത്താൽ മതി. ഈ പവർ വേറെ ആർക്കും കൊടുക്കാം, ക്യാരി ചെയ്യാം. അപ്പോൾ എന്തായിരുന്നു ഇതിനകത്ത് ഇന്ന് അവർ ടാസ്ക് കളിച്ചു. സത്യം പറഞ്ഞാൽ ബുദ്ധിപരമായി യുക്തിപരമായിട്ടൊക്കെ കളിക്കാനാണ് ബിഗ് ബോസ് പറഞ്ഞത്. പക്ഷേ ഇത് ഫിസിക്കലായി പോകും ആ രീതിയിൽ. അല്ലെങ്കിൽ പോയി ഒളിച്ചിരിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഒളിച്ചിരിക്കണം, അല്ലെങ്കിൽ അലയൻസ് ക്രിയേറ്റ് ചെയ്യണം. ബിഗ് ബോസ് പറയുന്ന രീതിയിൽ കളിക്കണമെങ്കിൽ അലയൻസ് ക്രിയേറ്റ് ചെയ്യണം. എടാ നീ നമ്മുടെ കൂടെ നിൽക്കുമോ, എന്നിട്ട് നമുക്ക് അവരെ പോയിട്ട് ഇതാക്കാം. അങ്ങനെ ചെയ്യണം. അല്ലെങ്കിൽ ഒളിച്ചിരിക്കണം, നിവീൻ ചെയ്ത പോലെ. ഇപ്പം ഇന്ന് ഇത് ഭയങ്കര ഫിസിക്കലായിരുന്നു. ടീം ഡിവൈഡ് ചെയ്തത് ജിസേലിനെയും അനുവിനെയും ശൈത്യനെയും. എൻ്റെ ദൈവമേ, ചിരിച്ച് മരിച്ചു. കാര്യം ഇങ്ങനെയൊക്കെ വേണം. എന്നാലേ ഇവർ തമ്മിലുള്ള ഈഗോയും എല്ലാം മാറി അവർ കളിക്കത്തുള്ളൂ. അല്ലാതെ ഇങ്ങനെ ശരത്തിനൊക്കെ ഭയങ്കര വിഷമം അക്ബറിനെ കിട്ടാത്തത്. അതായത് ബിഗ് ബോസ് കളി 100 ദിവസവും പുള്ളിക്കാരൻ അക്ബറുമായിട്ട് കളിക്കണം എന്നാണ് താല്പര്യം. അങ്ങനെ പറ്റത്തില്ല. ഇതങ്ങനെ നമ്മുടെ ഇഷ്ടത്തിന് പോവേണ്ട കളിയല്ല. അത് മാത്രമല്ല അനീഷിന്റെ ടീം, അനീഷ് അവിടെ ഫൗൾ ഗെയിമാണ് കളിച്ചത്. തലയിൽ തൊപ്പി, എല്ലാവരും തലയിൽ തൊപ്പി വെച്ചിട്ടുണ്ടായിരുന്നു, രേണു ഉൾപ്പെടെ. എന്നിട്ട് ഈ തൊപ്പി എടുത്തിട്ട് അനീഷ് താഴെ വെച്ചു. അത് കഴിഞ്ഞ് അനീഷിനെ മുഖത്ത് കയറി എല്ലാവരും കൂടെ ഇരുന്നു. ശ്വാസം മുട്ടിയിട്ടുണ്ട് പുള്ളിക്കാരന്. അതാണ് മുഖം അങ്ങനെ ഇരിക്കുന്നത്. മുഖമൊക്കെ നീല കളറായി, നിങ്ങൾ കണ്ടില്ലേ? അപ്പം ഭയങ്കരമായ ബുദ്ധിമുട്ടാണ്. അനീഷിന്റെ മൂക്കിൽ ലക്ഷ്മി ഒരുപാട് ഇങ്ങനെ മോതിരം ഇട്ടിട്ട് പുള്ളിക്കാരൻ ഈ കമന്ന് കിടന്നതാണ് പണി കിട്ടിയത്. ഇറങ്ങി ഓടിയാലും ഇത്രയും പരിക്കുണ്ടാവൂലായിരുന്നു. അനീഷ് ഇറങ്ങി ഓടിയിരുന്നെങ്കിൽ ഇത്രയും പണി ഉണ്ടാവില്ലായിരുന്നു. പുള്ളിക്കാരൻ ഇതും വെച്ചിട്ട് കമന്ന് കിടന്നു. തൊപ്പി വെച്ചില്ല, തൊപ്പി എടുത്ത് അകത്തിങ്ങനെ വെച്ചു. അപ്പോൾ എല്ലാവരും കൂടെ പിടിച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഷാനവാസിനെ അനീഷ് കടിച്ചു. അതിനെതിരെ കംപ്ലൈൻറ്റ് പോയിട്ടുണ്ട്. ഷാനവാസ് കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട് അനീഷിനെതിരെ. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്ന് അവരുടെ തൊപ്പി കീറിപ്പോയി. ഷാനവാസിൻ്റെ ടീം ജയിച്ചു, അനീഷിൻ്റെ ടീം ഔട്ടായി. ഇപ്പോൾ ശരത്ത് മൊത്തം ബ്ലെയിം ചെയ്യുന്നത് അനീഷിനാണ്. അങ്ങനെ അനീഷിനെ മാത്രം ബ്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ മൊത്തം ടീമിൻ്റെ ഫെയിലിയറാണ് അത്. ഇവർക്കൊരു ടീം പ്ലാനിങ് ഉണ്ടായിരുന്നില്ല. ഇവരുടെ ടീം പ്ലാനിങ് എന്നാൽ പുതപ്പിനകത്തിരിക്കുക. അപ്പോഴത്തേക്ക് അവർ വന്ന് ആക്രമിക്കില്ലേ, ഒന്നെങ്കിൽ ഓടുക. അങ്ങനെയാണ് ചെയ്യേണ്ടിയിരുന്നത്. ബാക്കിയുള്ള എല്ലാവരും നന്നായിട്ട് കളിച്ചു. ജിസേലിൻ്റെ ടീം, ജിസേലും അനുവും നന്നായിട്ട്, എല്ലാവരും നന്നായിട്ട് കളിച്ചു. അതിൻ്റെ ഇടയിൽ കൂടെ രേണു വീണുപോയി. ഈ വീണു പോയപ്പോൾ ഒരാൾക്ക് ഭയങ്കര ചിരി. ആര്യന്. എന്ത് വൃത്തികെട്ട ഡയലോഗാണ് ആര്യൻ അടിച്ചത്. ഭയങ്കര മോശം. ഇതൊന്നും തമാശയല്ല. ഇത് കേട്ട് ചിരിക്കാനും ജിഷിൻ. അവിടെ ഏതെങ്കിലും ഒരു തെറ്റ് നടക്കുകയാണെങ്കിൽ അതിൻ്റെ ഒപ്പമായിരിക്കും ജിഷിൻ നിൽക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം. ഇന്നലെ ഡെമോൺസ്ട്രേഷൻ കാണിക്കാൻ പറഞ്ഞതും ജിഷിനാണ്. സോ ഇതൊരു തമാശയായിട്ട് എടുക്കണമെന്ന്. ചില കാര്യങ്ങളൊന്നും തമാശ അല്ല. അപ്പോൾ ഇതിനെതിരെ അക്ബർ നിന്നത് കൂടുതൽ നീ കളിക്കണം, നീ വെറുതെ കളിക്കുകയാണെന്നാണ് പറഞ്ഞത് അല്ലേ. പക്ഷെ അക്ബർ നിന്ന സ്റ്റാൻഡ് നല്ലതായി, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ തന്നെ നിൽക്കണം. നമ്മൾ സുഹൃത്തുക്കളാണെന്ന് നോക്കുക, തെറ്റിനെ ചൂണ്ടിക്കാട്ടണം. മനസ്സിലായില്ലേ? ആരും ചെയ്തത് വളരെ മോശമായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. വേഗം തന്നെ സുധിച്ചേട്ടൻ്റെ അടുത്ത് പോകുന്നത്. മരണം ആർക്ക് വേണോ എപ്പോൾ വേണോ സമ്മതിക്കാം. അതിന് ആരോഗ്യം, നമുക്കിപ്പോൾ നല്ല ആരോഗ്യത്തോടെ നമ്മൾ ഇരിക്കുന്നു, നമ്മളൊന്നും ഇപ്പോൾ ചാവത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഒരു ഉറുമ്പിൻ്റെ അത്രയേ ഉള്ളൂ നമ്മുടെയും ജീവൻ എന്ന് പറഞ്ഞാൽ. രണ്ടും സെയിം തന്നെയാണ്. അത്ര വലിയ നമ്മുടെ ജീവൻ എന്തോ വലിയ ഭാരമുള്ള ജീവൻ അങ്ങനെയൊന്നുമില്ല. ഒരു സെക്കൻഡ് കൊണ്ട് എല്ലാം തീർന്നു കിട്ടും. എല്ലാം നമ്മളൊക്കെ അങ്ങനെയാണ് അല്ലേ, വെറും തൃണങ്ങളാണെന്ന് പറയാം. എല്ലാം ഒന്നുമില്ല നമ്മൾ. അപ്പം ആരും ചെയ്തത് വളരെ റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. പോയി സോറിയൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് 2-3 പ്രാവശ്യം പറഞ്ഞ് ജിഷിനുമായിട്ട് ചിരിക്കുന്നുണ്ടായിരുന്നു. ഇനി പണിപ്പുര ടാസ്കിൽ സത്യം പറഞ്ഞാൽ വീട്ടുകാർ കളിച്ചു, ബിഗ് ബോസും കളിച്ചു. ബിഗ് ബോസ് മനഃപൂർവ്വമാണ് ക്യാപ്റ്റനായി നിവീൻ ഇട്ടുകൊടുത്തത്. നിവീൻ മനഃപൂർവ്വമാണ് ഇവർ ബസറിന് മുന്നേ ഇറങ്ങിയില്ല എന്ന് പറഞ്ഞത്. ശരിക്കും ജിഷിൻ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ജിഷിൻ്റെ കയ്യിൽ എന്തായിരുന്നു? ബോംബുണ്ടായിരുന്നു. ബോംബ്. ഇനിയും ബോംബ് കിട്ടിക്കഴിഞ്ഞാൽ ആ വീട്ടിലെ ബാക്കിയുള്ള ആരും ഉണ്ടാവില്ല. എല്ലാവർക്കും ഓരോ പണിയും കിട്ടി സൈഡിൽ ഇരിക്കേണ്ടി വരും. ചില ആൾക്കാർ നോമിനേറ്റഡ് ആവും, ചില ആൾക്കാർക്ക് ആഴ്ച മൊത്തം ജയിലിലായിരിക്കും. അങ്ങനെയുള്ള ബോംബൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പോൾ അവർ വീട്ടുകാർ കളിച്ചു ഇവർക്കെതിരായിട്ട്. കാര്യം ഇവർക്ക് വെറും ഡ്രസ്സ് മാത്രം എടുക്കുന്നതായിരുന്നെങ്കിൽ കുഴപ്പമില്ല, അതിൻ്റെ കൂടെ ബോംബും കൂടെ കിട്ടിയ പണിയല്ലേ. അതുകൊണ്ട് വീട്ടുകാരെല്ലാം കൂടെ ഒന്നിച്ച് നിന്നിട്ട്
ടൈമിനെതിരെ ഇറങ്ങിയില്ല എന്ന് പറഞ്ഞു, മനഃപൂർവ്വം പറഞ്ഞത്. അത് മനഃപൂർവ്വം തന്നെയാണ് നിവിൻ പറഞ്ഞത്. ശരിക്കും ജിഷിൻ ആദ്യം വന്നിട്ടുണ്ടായിരുന്നു, ജിഷിന്റെ കയ്യിൽ ബോംബും ഉണ്ടായിരുന്നു. ബിഗ് ബോസും ഇവിടെ കളിച്ചു. ഇവിടെ പറ്റിപ്പോയത് വൈൽഡ് കാർഡ്സ് കുറച്ച് ടീമപ്പായി കളിക്കണമായിരുന്നു അല്ലേ. എല്ലാവരും കൂടെ ഒന്ന് 2 പേര് വാതിൽ തുറക്കാൻ നിന്ന് കൊടുക്കണം, എന്നിട്ട് അകത്ത് കയറണം, എന്നിട്ട് കാണിച്ചു കൊടുക്കണം ഈ ടൈമിനകത്ത് ഇറങ്ങിയത്. അപ്പം ജനങ്ങൾക്ക് കുറച്ചും കൂടെ കൂടും. പിന്നെ അവർ അവിടെ ചെയ്തത് പുറത്തിരുന്നവർ എണ്ണി 1 2 3 അത് പതുക്കെ എണ്ണിയത് ഇവരെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടുകാർ. മനസ്സിലായില്ലേ? ഇപ്പൊ വീട്ടുകാർ എഗൻസ്റ്റ് വൈൽഡ് കാർഡ്സ് ആണ്. അങ്ങനെയാണ് ബിഗ് ബോസ് കളിപ്പിക്കുന്നത്. കളി നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അങ്ങനെയാണ്. അപ്പൊ നമുക്ക് അപ്പൊ പിന്നെ കിച്ചണിൽ നടന്ന വഴക്ക് അതിനെക്കുറിച്ച് പറയാം. ഇന്ന് അനു പുറത്തേക്ക് ഇറങ്ങിപ്പോയത് അതിന് മെയിൻ ഉത്തരവാദി ക്യാപ്റ്റനായ നിവീനാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഈ അനു കാരണം ഇത്രയും പ്രശ്നങ്ങളുണ്ടായി. അനുവിനെ ഇത്രയും വഴക്കിട്ട് ആ ആഴ്ച മുഴുവൻ കുളമായി കിച്ചൺ. എന്നിട്ട് എന്തുകൊണ്ട് പിന്നെയും ഈ അനുവിനെ പിടിച്ച് അകത്തിട്ടത്, കിച്ചൺ ടീമിനെ ഇട്ടിട്ടത്? അത് എന്തിനായിട്ടത്? ആ പുള്ളിക്കാരി അകത്ത് വരുമ്പോഴേ പ്രശ്നമുള്ളൂ. കാര്യം കാര്യം അനുവിന് നമുക്ക് ലക്ഷ്മിക്കാണെങ്കിൽ ഒന്നും അറിയില്ല. 3 വൈൽഡ് കാർഡുകളാണ് കിച്ചണിൽ നിൽക്കുന്നത്. അവർക്ക് റേഷനും കളി മാത്രമേ അറിയുള്ളൂ. പുറത്തുനിന്ന് ആരൊക്കെ നെഗറ്റീവാണ് അവർക്കെതിരെ പോയി കളിക്കാം. ഇത് മാത്രമുള്ള ഇന്റൻഷനുമായിട്ടാണ് വന്നേക്കുന്നത്. അല്ലാതെ അതിനകത്ത് റേഷനൊന്നും ഇപ്പോൾ ഞാൻ പോയാലും എനിക്കറിയില്ല. അപ്പോൾ എത്രയാണെന്നുള്ളത് പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്തം പഴയ ആൾക്കാർക്കാണ്, ആദിലേക്കും അനുവിനും. അപ്പോൾ അവർ പറഞ്ഞു കൊടുക്കണം, അയ്യോ ഇത്രയും പോരാ, കറിയൊക്കെ വെള്ളം പോലെ ഉണ്ടാക്കി വെച്ചു. അപ്പോൾ ലക്ഷ്മി അവിടെ മാക്സിമം ചുരുക്കി പിശുക്കി ആ കറിയൊക്കെ അത് സാറ്റർഡേ വരെ നിൽക്കാൻ വേണ്ടിയിട്ട്. ഓണമല്ലേ, അപ്പോൾ കിട്ടിക്കോളും. പിന്നെ ബിഗ് ബോസ് നമ്മളെ പട്ടിണിക്കൊന്നും ഇടൂല കേട്ടാ, പട്ടിണിക്കിടൂല. ആവറേജ് ആയിട്ട് നമുക്ക് എടുക്കാം. ഇനി ഫ്രൈഡേ എങ്ങാനും ഇച്ചിരി കുറഞ്ഞു പോയാൽ കുറച്ച് മാവൊക്കെ തരും. അല്ലാതെ പട്ടിണിക്കിട്ട് ഇതാക്കൊന്നുമില്ല. നമുക്ക് ആവശ്യത്തിനുള്ള എടുക്കാം, ആവശ്യത്തിനുള്ള രീതിയിൽ കഴിക്കുകയും ചെയ്യാം. എന്ന് പറഞ്ഞാൽ ഓവറായിട്ട് കഴിക്കാനല്ല. ഒരു ചപ്പാത്തി കഴിച്ച് സുഖമായി കിടക്കാം എന്ന് പറയാൻ പറ്റത്തില്ല. കിച്ചൺ ടീമിൽ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരുടെയും വയറ് ആവശ്യത്തിന് നിറയ്ക്കണം. ഓവറായിട്ട് 5 6 ഒന്നും കൊടുക്കണ്ട, പക്ഷെ ആവശ്യത്തിന് കൊടുക്കുക. ഇതിന്റെ ഉത്തരവാദിത്തം മൊത്തം നിവീൻ എന്ന് പറഞ്ഞ ക്യാപ്റ്റനാണ്. പുള്ളിക്കാരനാണ് ഈ അനുവിനെ പിടിച്ച് അകത്തില്ല. പിന്നെ അത് കഴിഞ്ഞ് അനുവിനെ പിടിച്ച് പുറത്താക്കി. സോ ഇതൊക്കെ വളരെ മോശമായതായിട്ടാണ് എനിക്ക് തോന്നിയത് നിവീൻ്റെ ഭാഗത്തുനിന്ന്. അപ്പോൾ നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോവാം. ആലാരെ ഗോവിന്ദ ആലെ ഗോവിന്ദ അങ്ങാടി. ബിഗ് ബോസിന്റെ എപ്പോഴും ഉള്ള പാട്ടാണിത്. ഇത് തന്നെ എപ്പോഴും ഇട്ടുകൊണ്ടിരിക്കും. എല്ലാ സീസണിലും ഒരുപാട് സ്ഥലത്തിടും അല്ലേ. അങ്ങനെ രാവിലെ കിച്ചന്റെ ഭാഗത്ത് രാവിലെ തൊട്ട് വഴക്കാട്ടാ. ജിഷിനും ലക്ഷ്മിയും തമ്മിലാണ് പ്രശ്നങ്ങൾ. ഒരു മിനിറ്റ്. അപ്പം ജിഷിന് ചമ്മന്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഉള്ളിയും മറ്റേ പുളിയൊക്കെ വെച്ചിട്ടുള്ള ദോശയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന ചമ്മന്തി. കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടാണ് വന്നേക്കുന്നത് പുറത്തുനിന്ന് കേട്ടോ. അപ്പം ദോശയ്ക്കുള്ള ചമ്മന്തി ആക്കി വെച്ചിരുന്നു. ആരെടുത്ത് മാറ്റിയത്? കിച്ചൺ ടീം എടുത്ത് മാറ്റിക്കളഞ്ഞേ. ഇവർ സാമ്പാർ വെച്ചിട്ടുണ്ട്, വെള്ളം പോലത്തെ സാമ്പാർ. അതെടുത്ത് ഒഴിക്കുമ്പോൾ പോലും നിങ്ങൾ കണ്ടില്ലേ, ഇത്രയ്ക്ക് പിശുക്കിയിട്ട് അതിനകത്ത് ഒന്നുമില്ല. വളരെ ശോകമായിരുന്നു ആ സാമ്പാർ. അപ്പം ഇത് നമ്മളെ ഒരു സ്ഥലത്തും കിട്ടത്തില്ല അങ്ങനത്തെ ഫുഡ്. എന്നിട്ട് അതുപോലെ തന്നെ അനുവിനെ മാറ്റാനുള്ള കാരണം വേറൊന്നാണ്. അനു പട്ടികളെ പോലെ പെരുമാറുന്നെന്നാണ് അവർ പറഞ്ഞത്. കാര്യം റെസ്പെക്റ്റോടുകൂടി ഫുഡ് കൊടുക്കണം. ഫുഡ് ഉണ്ടാക്കിയാൽ മാത്രം പോരാ. ഞാനത് പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. അനു ഫുഡ് കൊടുക്കുന്നത് എന്താണ് മാറങ്ങോട്ട് ഇത്രയൊക്കെ മതി ഇപ്പോൾ, അങ്ങനെയല്ല. എടാ ഇത്രയേ ഉള്ളൂ നമുക്ക് തരാം, ഫുഡാണ് കൊടുക്കുന്നത്. അല്ലാണ്ട് വേറെ എന്താ പറയേണ്ടത്? അവരോട് ഭയങ്കര കുറച്ചൊക്കെ ഒരു ഇത് കാണിക്കുക, അല്ലെങ്കിൽ അവർക്ക് മനസ്സ് വേദനിക്കും. ഫുഡ് വാങ്ങാനാണ് നിൽക്കുന്നത്. ജയിലിൽ പോലും ഇങ്ങനെയൊന്നും ഇല്ലല്ലോ, അങ്ങനെ ചെയ്യരുത്. സോ അതുകൊണ്ടും കൂടിയാണ് അനുവിനെ മാറ്റിയത്. അപ്പോൾ ഇത് ആദ്യമേ നിവീന് ചെയ്യാമായിരുന്നു. ഇതൊക്കെ അറിഞ്ഞു വെച്ചിട്ട് മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിവീൻ ചെയ്തത് ശരിയായില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഉടൻ ജിഷിൻ എൻ്റെ ചമ്മന്തി എവിടെ ചമ്മന്തി എവിടെ? ലക്ഷ്മി അധികം നാൾ നിങ്ങൾ ഇവിടെ ഫൈറ്റ് ചെയ്യാൻ ഉണ്ടാവത്തില്ല, നിങ്ങൾ മിക്കവാറും ഔട്ടാവും. അപ്പം ജിഷിൻ ഇതെന്ത് രസമോ ഇതെന്തോന്ന് കറി ഇത്, എൻ്റെ ചമ്മന്തി എവിടെ പറയാൻ? അപ്പം എല്ലാവർക്കും എടുത്ത് കൊടുക്കുകയാണ്. അപ്പം റെന അയ്യോ ഇതെന്തൊരു രസം പോലെ ഇരിക്കുന്നു റെന, ചമ്മന്തി പിന്നെയും കൊള്ളാം, ചമ്മന്തി വെച്ച് കഴിക്കാം. അപ്പം അനു അങ്ങനെ അതിലെടുത്ത് അങ്ങനെ പഠിപ്പിക്കരുത്. 1 2 ദോശ കഴിച്ചാൽ മതി. അല്ലാതെ പിന്നെ നമ്മളാണ് ഇതൊക്കെ ശീലിപ്പിച്ച് വെച്ചേക്കുന്നത്. 4 ദോശ കൊടുത്ത് ശീലിപ്പിച്ച തെറ്റ്. ഇത്രയൊക്കെ കഴിച്ചാൽ മതി. വീട്ടിൽ കിട്ടുന്ന പോലെ ഇവിടെ കിട്ടുമോ? അവിടെയാണ് ക്രാക്ക് ചെയ്തത് അനുവിനെ. ആ ഭാഗമാണ് അതിൽ അവിടെ ക്രാക്ക് ചെയ്തത്. വീട്ടിൽ കിട്ടുന്ന പോലെ ഇവിടെ കിട്ടുമോ? എന്നിട്ട് അപ്പുറത്ത് പോയിട്ട് നമ്മുടെ വീടല്ലേ. മനസ്സിലായില്ലേ? അപ്പം ബിന്നി ഇത്രയും പിശുക്കിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത് എന്ത് ചെറിയ ദോശയാണ് അക്ബർ. ഒന്നെങ്കിൽ നിങ്ങൾ ദോശ നല്ലതായിട്ട് തരണം, അല്ലെങ്കിൽ കറി നല്ലതായിട്ട് തരണം. ഇത് ഒന്നും കൊള്ളൂല. അപ്പം ലക്ഷ്മി സാമ്പാർ മോശമാണ്, ഇനിയിപ്പം നിങ്ങൾ ചമ്മന്തി വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം ജിഷിൻ ഇപ്പം എന്നെ ചമ്മന്തി വേണം അല്ലേ, ഇപ്പം നിനക്ക് എന്നെ ചമ്മന്തി വേണം അല്ലേ? അപ്പം ജിഷിൻ അങ്ങനെ തന്നെ. അപ്പം അക്ബർ ഈ സാധനത്തിന് ആർക്കെങ്കിലും എന്തെങ്കിലും കഴിക്കാൻ പറ്റും. എന്താ വെള്ളമോ? അക്ബർ ക്യാപ്റ്റന് ഒരു ക്യാപ്റ്റൻ ഒരു മര്യാദയില്ല. 2 ദോശ ഒരെണ്ണം ചെറുതാണ് എനിക്ക് കിട്ടിയത്. അതാ ഈ ശരത്തിനൊക്കെ 1 ദോശ ചെറുത്. 4-3 ദോശ നമ്മൾ കഴിച്ചിട്ടുണ്ട് ലൈവായിട്ട് ചുട്ടിട്ട്. ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? അപ്പം അനു ബിന്നി വന്നിട്ടുണ്ട്. ബിന്നി നീ എത്ര ദോശ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്? അപ്പം ബിന്നി ഇങ്ങനെയൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ അങ്ങനെയൊന്നും അല്ല, നീ കൊടുത്തിട്ടുണ്ട്. അപ്പം ശരത്ത് എടി മിണ്ടാതിരിക്കും ബിന്നി, ഇവളോടൊന്ന് സംസാരിക്കാൻ പോകാതെ ഉള്ളത് വാങ്ങിച്ച് കഴിച്ചിട്ട് പോ, അല്ലെങ്കിൽ വല്ല ചീത്തയും കേൾക്കും, നീ വന്ന് കഴിക്കുക, വാ ഇങ്ങോട്ട്. അപ്പം നിവേൻ ജിസേലിനെ കമ്പയർ ചെയ്യുമ്പോൾ അനുമോൾ ഒരു തീർത്ത പരാജയമാണ്. സ്നേഹത്തോടെ വിളമ്പാൻ അറിയണം, അല്ലാണ്ട് നമ്മളൊക്കെ പട്ടികളല്ല. ഓക്കെ,
ഇപ്പൊ ജിഷിൻ സ്നേഹത്തോടെ ഉണ്ടാക്കണമെങ്കിൽ മനസ്സ് വേണം, മനസ്സ്. അപ്പൊ നിവീൻ ഇന്ന് മുതൽ അനുമോൾ അല്ല കിച്ചൺ ടീമിൽ. നോ 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 അങ്ങനെ പറ്റില്ല. അനുമോളും ലക്ഷ്മിയും കിച്ചൺ ടീമിൽ ഇല്ല. ഓക്കെ, ഇന്ന് തൊട്ട് ഇവിടെ നമ്മുടെ എന്താണ് ബാത്റൂമിലാണ്. ക്ലോസറ്റ് കഴിവട്ടെ. അനുമോൾ ഇൻ ടു ക്ലോസറ്റ്. ഓക്കെ, നമ്മൾ ഇവിടുത്തെ പട്ടികളല്ല. നമുക്ക് റെസ്പെക്ട് വേണം. നമ്മുടെ അടുത്ത് സംസാരിക്കുമ്പോൾ മര്യാദയോട് സംസാരിക്കണം, സ്നേഹത്തോടെ വിളമ്പണം. അല്ലാതെ നമ്മൾ ഇവിടുത്തെ പട്ടിയല്ല. അപ്പൊ എല്ലാവരേ ഓക്കെ ശരി. അതിൻ്റെ ഇടയിൽ അഭി വഴക്കുണ്ടാക്കുന്നുണ്ട്. നിങ്ങൾ എന്ത് നീയല്ലേ നിവീനെ ഇതിട്ടത്, നീയല്ലേ ഇട്ടത്, നീ ഇങ്ങനെ കൂടുതൽ വർത്താനൊന്നും പറയണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് ലക്ഷ്മി ഇവിടെ സാറ്റർഡേ സൺഡേ വരെ ഫുഡ് വേണം. അത് അപ്പോൾ അനു ഇറങ്ങിപ്പോവേണം. പറ്റിയ അവസരം, കണ്ടന്റ് കിട്ടി പുറത്തു പോയിരിക്കുക. അല്ലെങ്കിലും എനിക്ക് വേണം എനിക്കിത് വേണം. ഇവരെയൊക്കെ വഷളാക്കിയത് ഞാനാണ്. 4 5 ദോശയൊക്കെ കൊടുത്ത് വഷളാക്കിയത് ഞാനാണ്. എനിക്കിത് കിട്ടണം. അപ്പോൾ ലക്ഷ്മി ഇവിടെ സാറ്റർഡേ വരെ പിടിച്ച് നിൽക്കണ്ടേ, അതുകൊണ്ടാണ്. നിങ്ങൾ കാണിച്ചത് വളരെ മോശം. ഇവിടെ എനിക്ക് ഇങ്ങനെയാണ് പറഞ്ഞു തന്നത്. അതെന്തേ നിങ്ങൾക്ക് ഇവിടെയുള്ള ആൾക്കാരൊന്നും പറഞ്ഞു തന്നിട്ടില്ലേ എത്ര എടുക്കണം എന്നുള്ളത്? ഇവിടെ എന്തോന്നാണ് ഇവിടെ പല കാര്യങ്ങളും ഇത് കാരണമാണ് ഉണ്ടാവുന്നത്. അനു കാരണം ഉണ്ടാവുന്നത്. അനു ഇപ്പൊ എവിടെ? അനു പോയി ഒറ്റപ്പെടാൻ പോയിട്ടുണ്ട്. അപ്പൊ അവിടെ കഴിഞ്ഞ ആഴ്ച അപ്പാനി എന്നെ മാറ്റി. ഇപ്പം ഒരു ദോശ മാത്രം കഴിച്ചാൽ എന്താ കുഴപ്പം? ഞാനൊക്കെ ഒരു ദോശ കഴിച്ചാണ് ജീവിക്കുന്നത്, അറിയോ? ഇവിടെ എന്തോന്ന് മലമറിക്കുന്ന പണിയിരിക്കുന്നത്? ഈ AC-ക്കുള്ളിൽ ഇങ്ങനെ ഇരിക്കണമെന്നല്ലേ? ഒരു ദോശയൊക്കെ ധാരാളം മതി. എപ്പോഴും എല്ലാവരും ഞാനായോണ്ടാണ് ഇതൊക്കെ നടക്കുന്നത്. എൻ്റെ അടുത്താണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ നടക്കുന്നത്. അപ്പോൾ മസ്താനി അടുത്ത് വന്നിട്ട് അനുവിൻ്റെ ചെറിയ ദോശയായിരുന്നു അനു, ഇത്രയും ചെറിയ ദോശ കഴിച്ചാലൊക്കെ നമുക്ക് വിശപ്പ് മാറൂല. അപ്പോൾ അക്ബർ അവിടെ അകത്ത് കിച്ചൺ ടീമിൽ ഈ റേഷനൊക്കെ അവർക്ക് പറഞ്ഞു കൊടുത്തു. ഇവിടെ അനുവിന് ശരിക്കും അനുവിനും ആദിലേക്കും പറഞ്ഞു കൊടുക്കാം. കാര്യം അവർ ഓൾറെഡി കിച്ചൺ ടീമിൽ നിന്ന ആൾക്കാരാണ്. അവർക്ക് പറഞ്ഞു കൊടുക്കുക, അയ്യോ കുറച്ചും കൂടെ എടുക്കണം, ഇത്രയും കറിയല്ല, ഇങ്ങനെ കുറച്ചും കൂടെ കുറുക്കി വെക്കുക എന്ന് പറഞ്ഞു കൊടുത്തേ. ഇത് മനഃപൂർവ്വം ലക്ഷ്മി ഒരു കണ്ടന്റാണ് കേട്ടോ ഇത്. അപ്പോൾ അനു മനഃപൂർവ്വം എന്നോട് മാത്രം ചെയ്യുന്നതാണ്. മനഃപൂർവ്വം എന്നോട് മാത്രം, അത്രേ ഉള്ളൂ. അപ്പോൾ അവിടെ ആര്യനും റെനയൊക്കെ സാമ്പാർ എടുത്ത് നമ്മളെ കാണിച്ചു തരാണ്, വെള്ളം പോലെ ഇരിക്കുന്ന സാമ്പാർ. അപ്പോൾ അതില എടി ചെറിയ ദോശയാണ് അവർ ചെറിയ ദോശയാണ് നീ ഉണ്ടാക്കി കൊടുത്തത് കേട്ടോ. അങ്ങനെ പറയരുത് കേട്ടോ. നമ്മളടുത്ത് വന്ന് അവർ ചോദിക്കും നല്ലത്. അങ്ങനെയാണ്, എൻ്റെ തെറ്റാണ്, എൻ്റെ മാത്രം തെറ്റാണ്, ഞാനാണ് 3-4 ദോശ കൊടുത്ത് ശീലിപ്പിച്ചത്. അങ്ങനെ പറയരുത്. നീ കണക്ക് പറയരുത്. സ്കോഡ് കണക്ക് പറയരുത്. ഒരിക്കലും നീ കണക്ക് പറയരുത് കേട്ടോ. അവരും ഇത് കൊടുത്തിട്ടുണ്ട്. അവരെല്ലാവരും കിച്ചൺ ടീമിലായിരുന്നപ്പോൾ എല്ലാവർക്കും ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് തന്നെ എനിക്കിത് കിട്ടണം, ഞാൻ ഇറങ്ങി പോവേണ്, അത്രേ ഉള്ളൂ. നീ ഇറങ്ങി പോകുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ നിനക്ക് പ്രശ്നം വരും, നിനക്കോട് സംസാരിക്കാൻ പറ്റില്ല. അപ്പം അത് കഴിഞ്ഞ് ഫുൾ ഭരണം അവക്കെല്ലാം ഉണ്ടാക്കണം, കറി ഉണ്ടാക്കണം, മറ്റതുണ്ടാക്കണം, മറിച്ചുണ്ടാക്കണം. നടക്കില്ല മോളെ, നടക്കില്ല. ഈ നിവീൻ്റെ അടുത്ത് നടക്കില്ല. അത് കഴിഞ്ഞ് അനു ഒറ്റയ്ക്കും എല്ലാം എനിക്ക് കിട്ടണം, എനിക്കിത് കിട്ടണം. അപ്പോൾ ജിഷിൻ നീ വിഷമിക്കാതെ മിണ്ടായിരിക്കും. അതിനിടയ്ക്ക് കൂടെ അനു എനിക്ക് കിട്ടണം. അപ്പോൾ ഉടനെ നൂറ നീ എന്താ ഇങ്ങനെ ഇരിക്കണത്, എനിക്കിത് കിട്ടണം. അപ്പോൾ ജിഷിൻ എടി വാടി ബാത്റൂം കഴിവാ, ഞാൻ വരണ്. നേരെ കിട്ടട്ടെ ക്യാമറയിൽ, എനിക്കിത് കിട്ടണം, ഞാൻ തന്നെയാണ് ചെയ്തത്. എല്ലാവരും എനിക്ക് നേരെ എടി ബാത്റൂം കഴിവാൻ വരാൻ, ഞാൻ വരുന്നെന്ന് പറഞ്ഞില്ലേ? കണ്ടന്റ് കൊടുക്കട്ടെ, എനിക്കിത് കിട്ടണം. എടി വരാൻ ബാത്റൂമിൽ ഒഴിച്ചിട അവിടെ. അപ്പോൾ ജിഷിൻ ഒഴിച്ചിടാൻ കറിയാ ഒഴിച്ചിടാൻ, നീ ഇങ്ങോട്ട് വാടി ഇങ്ങോട്ട്. അപ്പോ ഒഴിച്ചിടാൻ പറയണ്. അതിൻ്റെ കൂടെ നൂറ എടി നീ പ്രശ്നം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞോ? അനു നീ പ്രശ്നം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞോ? പറഞ്ഞു. ഞാനാണ് ഇതൊക്കെ ശീലിപ്പിച്ചത്, 3-4 ദോശ കൊടുത്തിട്ട് കേട്ടോ. അങ്ങനെ അല്ലല്ലോ, നീയാണ് ശീലിപ്പിച്ചതെങ്കിൽ ആ കുട്ടി ദോശ കൊണ്ട് ആരുടെയും വയറ് നിറയത്തില്ല അനു, ആരുടെയും വയറ് നിറയത്തില്ല. എല്ലാവർക്കും എൻ്റെ തലയിൽ കയറണം, എന്നെ മാത്രം, എല്ലാവരും ഞാനായതുകൊണ്ട് മാത്രമാണ്. അതെങ്ങനെ പറയാൻ പറ്റും? നീമായതുകൊണ്ട് മാത്രമൊന്നുമല്ല. ലക്ഷ്മി ചെയ്തതും തെറ്റ് തന്നെയാണ്. പുള്ളിക്കാരിക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. പുള്ളിക്കാരിക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് നീയാണ് അനു, നീയാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. നിന്റെ ദോശയും പ്രശ്നമായിരുന്നു, അതേപോലെ ലക്ഷ്മി ചേച്ചിയുടെ കറിയും പ്രശ്നമായിരുന്നു. എന്നിട്ട് എല്ലാവരും കഴിച്ചല്ലേ പറ്റുള്ളൂ, അല്ലാതെ കളയാൻ പറ്റത്തില്ലല്ലോ, ജീവിച്ച് പോണ്ടേ ഇവിടെ. എനിക്ക് ശരിയാണെന്ന് തോന്നുന്നതേ ചെയ്യുള്ളൂ, എനിക്ക് തെറ്റാണെന്ന് തോന്നുന്നത് ഞാൻ ചെയ്യും. എന്തേ? കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഇതേ സംഭവം വാഷ്റൂമിലെ ആദിലയും ജിഷിനും അനു ഞാനാണ് എല്ലാം ശീലിപ്പിച്ചു. ഈ ഡയലോഗ് തന്നെ എല്ലായിടത്തും ഞാനാണ് എല്ലാം ശീലിപ്പിച്ചു വെച്ചത്. ഒരു വീട് പോലെയാണ് ഞാൻ ഇവിടെ കരുതിക്കൊണ്ടിരുന്നത്. പിന്നെ അതല്ല, ബാത്റൂമിൽ ഈ ഒരു വീട് പോലെയല്ല, ഇവിടെ വീടല്ല, ഇത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം കുറച്ചൊക്കെ, റേഷനൊക്കെ ഉള്ളതല്ലേ. അപ്പം ആദില പറഞ്ഞു, അപ്പോൾ വീട്ടിൽ നമ്മൾ ഇങ്ങനെയാണോ, ലാവിഷായിട്ടല്ലേ നമ്മൾ തിന്നുകൊണ്ടിരുന്നത്? അല്ല വീടാണിത്, പക്ഷേ ലാവിഷായിട്ടാണ് നമ്മൾ കഴിച്ചത്, അത് ശരിയാണ്. പക്ഷെ ഇവിടെ അങ്ങനെ പറ്റത്തില്ലല്ലോ, ഇവിടെ പറ്റൂല അങ്ങനെ. ഇവിടെ റേഷനുണ്ട്. നീ മിണ്ടാണ്ട് അങ്ങ് പോകുന്നതാണ് നല്ലത് അനു. എൻ്റെ അടുത്ത് സംസാരിച്ചാൽ നീ കുടുങ്ങും.
നീ മിണ്ടാണ്ടിരിക്കും എന്ന് പറഞ്ഞിട്ട് ആദില അവിടെ നിൽക്കുന്നു. അത് കഴിഞ്ഞ് പണിപ്പുര ടാസ്ക് വരെയാണ്. പണിപ്പുര ടാസ്കിൽ 10 സെക്കൻഡാണ് ഉള്ളത്. അപ്പോൾ എല്ലാവരും പതുക്കെ സമയം താഴോട്ട് കൗണ്ട് ചെയ്യാണ്. 1 ഒരു സെക്കൻഡ്, 2 3 മനഃപൂർവ്വം അവരെ മിസ്ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവരൊക്കെ വരുന്നു. അവസാനം ഇറങ്ങുന്നത് ലക്ഷ്മിയും സാബുമോനുമാണ്. സാബുമോൻ രണ്ടാമതും കൂടെ കയറിയിട്ടാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പം ബിഗ് ബോസ് ബസർ അടിച്ചു, ബിഗ് ബോസ് ബസർ അടിച്ചു, ബിഗ് ബോസ് ബസർ അടിച്ചു. പറ്റത്തില്ല, ഈ സാധനം ഒന്നും എടുക്കാൻ പറ്റൂല, സാധനം ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പൊ ജിഷിൻ ഞാൻ എടുത്തു. ഇല്ല, സാധനം ഒന്നും എടുക്കാൻ പറ്റില്ല. അത് പറ്റത്തില്ല, ഇല്ല, സാധനം എടുക്കാൻ പറ്റില്ല. അപ്പൊ നിവിൻ, ക്യാപ്റ്റൻ പറയൂ, ഇവർ ബസറിന് മുന്നേ ആണോ ഇറങ്ങിയത്? ബിഗ് ബോസ് അവിടെ കുരുക്കി. ക്യാപ്റ്റൻ, ബസറിന് മുൻപേ ആണോ വന്നത് ആരൊക്കെയാണ്? അപ്പൊ ബിഗ് ബോസ് അവിടെ കുരുക്കിയത് കണ്ടാ? ബിഗ് ബോസ് അവിടെ ട്വിസ്റ്റ് ചെയ്തു ഗെയിം. ബസറിന് മുൻപേ ആരൊക്കെ? അത് നിവീൻ, അത് പിന്നെ നമ്മൾ ഓൾറെഡി ഇവർ ബസറിന് ശേഷവും എടുത്തിട്ടുണ്ട്. സോ ഇവരും അങ്ങനെ. അപ്പൊ ജിസൈ വന്നിട്ട് നോ, അങ്ങനെ ചെയ്യരുത്, പണി കിട്ടും നമുക്ക്. ബിഗ് ബോസ് ഇവരെല്ലാവരും ബസറിന് മുന്നേ ഇറങ്ങിയിട്ടില്ല, എല്ലാവരും പിന്നെയാണ് വന്നത്. അപ്പൊ പറ്റത്തില്ല, ഒട്ടും പറ്റത്തില്ല. ബസറിന് ശേഷം ഞാൻ ഇറങ്ങി, ബസറിന് മുന്നേ ഞാൻ ഇറങ്ങി, ബസർ ഞാൻ വന്ന് ഇവിടെ ശേഷമാണ് ഇറങ്ങിയത്. പറ്റത്തില്ല. ക്യാമറ ചെക്ക് ചെയ്യ്. മുട്ടം പണികൾ വെച്ചാണ് ഇറങ്ങിയിരിക്കണം ഞാൻ. എൻ്റെ കയ്യിൽ ബിഗ് പണിയുണ്ട്, ബിഗ് ബോംബുണ്ട് ഇവരൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. സമ്മതിക്കില്ല ഞാൻ. ചേട്ടൻ തോറ്റോണ്ടാണ് ചേട്ടൻ തോന്നുന്നത്. നീ ഇറങ്ങി. പറ്റത്തില്ല ബിഗ് ബോസ്, പറ്റത്തില്ല. ഇങ്ങോട്ട് അവൻ കയറണ്ട. ഇതും കൊണ്ട് ഇങ്ങോട്ട് അവൻ കയറേ വേണ്ട കേട്ടാ. കയറണ്ട ഇങ്ങോട്ട്. ഞാൻ കയറും, ഇത് ഞാൻ എടുത്തതാണ്. ഞാൻ അപ്പോൾ എല്ലാം തിരിച്ചിടുന്നു, ബാക്കിയുള്ളവരുടെയൊക്കെ തിരിച്ചെടുത്തിട്ടു. ജിഷിൻ മാത്രം ജിഷിൻ്റെ സാധനങ്ങളും കൊണ്ട് കയ്യിൽ വെച്ചേക്കാണ്. ഞാൻ കയറില്ല, ഞാൻ അകത്ത് ഇതും കൊണ്ടേ കയറുള്ളൂ, അല്ലാതെ ഞാൻ കയറൂല. ഇത് കൊടുക്കത്തില്ല, ഇത് ബിഗ് പണിയാണ്, ഇവർക്കുള്ള പണിയാണ്, ഞാൻ സമ്മതിക്കത്തില്ല. ഇത് എവിടുത്തെ ന്യായമാണ്? എല്ലാം കൂടെ ഒന്നിച്ച് വൈൽഡ് കാർഡുകൾ, നമ്മൾ മോശക്കാരൊന്നുമല്ല. പറ്റത്തില്ല. ക്യാപ്റ്റനാണ് പറഞ്ഞത്. എന്ത് ക്യാപ്റ്റൻ ആണെങ്കിലും ഇവൻ മനഃപൂർവ്വം ആദ്യം തെറ്റായിട്ടാണ് പറഞ്ഞത്. ഇവൻ ഇപ്പൊ ഇടയ്ക്ക് ശരിയാക്കിയിട്ട് അവൻ കാല് മാറി ക്യാപ്റ്റൻ. പറ്റൂല. നീ അകത്തോട്ട് കയറണ്ട, നീ അവിടെ തന്നെ നിന്നാ മതി. അവിടെ നിന്നാ മതി. പറ്റത്തില്ല, ഞാൻ കയറും. അതിൻ്റെ കൂടെ ഇങ്ങനെ ഉന്തും തള്ളും വരുന്നുണ്ട്. ഉന്തും തള്ളും ഇങ്ങനെ വരെയാണ്. ആ സമയത്ത് ഇടിച്ചകത്തോട്ട് കയറുന്നു. അക്ബറും ജിഷിനും തമ്മിൽ ഇത് വരുന്നു. അക്ബർ വലിച്ചെറിയുന്നു. എൻ്റെ സാധനങ്ങൾ, പ്രഷ്യസ് ആയിട്ടുള്ള സാധനങ്ങൾ എടുത്തെറിയാൻ നിന്നോട് ആരാണ് പറഞ്ഞത്? എൻ്റെ അച്ഛൻ്റെ വകയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ആദിലെ നൂറയും ഷാനവാസിൻ്റെ അടുത്ത് അനുവിൻ്റെ ഈ ഡബിൾ സ്ട്രാറ്റജിയുടെ കാര്യം പറയുന്നുണ്ട്. അതായത് ബാത്റൂം ക്ലീൻ ചെയ്യാൻ പറഞ്ഞപ്പോൾ പറ്റില്ല, ഞാൻ കിച്ചണൊക്കെ ഞാൻ കുളിക്കുമ്പോൾ ക്ലീൻ ചെയ്ത് വരും, ഇത് എൻ്റെ വീടാണെന്ന്. എന്നാൽ കിച്ചൻ്റെ കാര്യം വന്നപ്പോൾ ഇവള് പറയുന്നു ഇത് വീടല്ല, ഒരെണ്ണം കഴിച്ചാൽ മതി, നമ്മുടെ വയറ് നിറയുന്നു, നമ്മളിവിടെ വേറെ പണിയൊന്നും എടുക്കുന്നില്ലല്ലോ എന്ന്. അപ്പോൾ ഷാനവാസ് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ, വയറ് നിറയ്ക്കേണ്ട ഉത്തരവാദിത്തം അവർക്കാണ്. ഇവളെന്താ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് ക്ലിയർ കട്ടായിട്ട് ആദിലെയും നൂറയും ചോദിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ അവിടെ ഞാൻ കയറിയിരിക്കും എന്ന് പറഞ്ഞ് അവിടെ വഴക്കാവുന്നു, ബഹളമാവുന്നു. ബിഗ് ബോസ് തീരുമാനിക്കണം. ജിഷൻ അവിടെ ബഹളം ഉണ്ടാവുന്നു, ജിഷിൻ്റെ കയ്യിൽ നിന്ന് വലിച്ചെറിയുന്നു. അവസാനം ബിഗ് ബോസ് ലീവിംഗ് ഏരിയയിൽ വിളിച്ചിരുത്തുന്നു. അത് കഴിഞ്ഞ ശേഷം ബിഗ് ബോസ് ചോദിക്കുകയാണ്, ക്യാപ്റ്റൻ്റെ തീരുമാനം എന്താണ്? ബിഗ് ബോസ്, ഞാൻ പറഞ്ഞത് അവർ ടൈമിന് മുന്നേ ഇറങ്ങിയില്ലെന്നാണ്. എന്നാൽ പിന്നെ എന്തിനാണ് ജിഷിൻ്റെ കയ്യിൽ എഴുതിയിരിക്കുന്നത്? കൊണ്ടുവെക്കൂ അവിടെ തിരിച്ച്. അങ്ങനെ ജിഷിൻ്റെ കയ്യിൽ സാധനം മേടിച്ച് കൊണ്ടുപോയി. തെറ്റ് ജിഷിൻ സമ്മതിക്കൂല. കള്ളക്കളി, എല്ലാവരും കള്ളക്കളി. ബിഗ് ബോസ്, ഇത് എനിക്കൊരു കംപ്ലൈന്റ് ഉണ്ട്. ഈ അക്ബറിനെതിരെ, ഈ അക്ബർ ഖാനെതിരെ എനിക്ക് കംപ്ലൈന്റ് ഉണ്ട്. കാരണം ഞാൻ എൻ്റെ സാധനമൊക്കെ പിടിച്ച് പറിച്ച് വലിച്ചെറിഞ്ഞു ബിഗ് ബോസ്. അപ്പോൾ അക്ബർ അവിടെ വന്നിരിക്കടാ, കളിച്ച് ജയിക്കും, നമ്മളൊക്കെ കളിച്ച് ജയിച്ചതാണ്, നീ കളിച്ച് ജയിക്കും. നീയൊക്കെ എന്തോന്ന് കളിച്ചെന്ന് നമ്മൾ 30 ദിവസം എന്തോന്ന് കളിച്ച്, അതുകൊണ്ടാണ് നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. പോടാ ഇറങ്ങി ജിഷിൻ, പോവില്ലടാ, ഇവിടെ തന്നെ നിൽക്കും കേട്ടോ, നമ്മളെ വൈൽഡ് കാർഡായിട്ട് കൊണ്ടുവന്നേക്കണം, അതുകൊണ്ടാണ് കേട്ടോ. അതെ. അപ്പം ജിഷിൻ, നീ ഒന്ന് പോടാറങ്ങി, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ, നീ തോറ്റ്. അപ്പോൾ ബാക്കിയുള്ള വൈൽഡ് കാർഡുകൾക്കൊന്നും ഒരു കുഴപ്പമില്ലല്ലോ, നിനക്ക് മാത്രം എന്താ പ്രശ്നം? അപ്പോൾ ജിഷിൻ, അണ്ണാക്കി പിരിവെട്ടിയടിക്കാതെ എനിക്കടാ വൈൽഡ് കാർഡുകളെ. അപ്പോൾ ബാക്കി പ്രവീണും മസ്താനിയൊക്കെ നമ്മൾ തോറ്റു, അതുകൊണ്ടാണ്, നമ്മൾ ടൈമിന് ഇല്ലാതെ വന്നു, അതുകൊണ്ട് വേറൊന്നുമല്ല. അത് കഴിഞ്ഞിട്ട് അടുത്ത സംഭവിക്കണം. ഇതൊക്കെ ചർച്ച ചെയ്യുന്ന കഴിഞ്ഞ് ബിന്നിയും അക്ബറും. ഇത് റിവേഴ്സ് സൈക്കോളജിയാണ്. കാര്യം ബസർ കഴിയുമ്പോൾ ഇങ്ങനെയെന്ന് പറഞ്ഞു, അതായത് പെട്ടെന്ന് തന്നെ നമ്മൾ പതുക്കെ എണ്ണിയപ്പോൾ അവർ പിന്നെയും ചാടി ഇറങ്ങി, പിന്നെയും അകത്ത് കയറി. അങ്ങനെയാണ് അവർക്ക് പണി കിട്ടിയത്. അടുത്തത് ഇതിൽ നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്യാം. അത് കഴിഞ്ഞ് ജിഷിൻ പറയാണ്, നട്ടലില്ലാത്ത ക്യാപ്റ്റൻ, അത്രേ ഉള്ളൂ, നട്ടലില്ലാത്ത ക്യാപ്റ്റനാണ്. നമുക്കിനി ഒന്നിച്ച് നിൽക്കണം. അപ്പോൾ ലക്ഷ്മി, നമുക്ക് ഒന്നിച്ച് നിന്ന് പ്ലാൻ ചെയ്യണം. അവൻ നട്ടലില്ലാത്ത ക്യാപ്റ്റൻ. അപ്പോൾ അക്ബർ, തോറ്റില്ലേ, നീ പോടാ, നീ ആരാടാ ദാതയോ? ജിഷിൻ, നീ ആരാടാ ദാതയോ? ആ പാട്ടും പാടി അവൻ്റെ ഒരു ഇരിപ്പ്. അത് കഴിഞ്ഞിട്ട് അക്ബറും ഷാനവാസും ആദിലയും ചേട്ടാ, ബസർ അടിച്ച് കഴിഞ്ഞപ്പോൾ അവരുണ്ടായിരുന്നു, ബസർ അടിച്ച സമയത്ത് അവർ പുറത്തുണ്ടായിരുന്നു, അങ്ങനെയാണ് ഞാൻ കണ്ടത്. അപ്പം അക്ബർ, നമുക്കിപ്പം അങ്ങനെ പറയാൻ പറ്റത്തില്ല. അക്ബർ പറയണം, കാര്യം എന്ന് പറഞ്ഞാൽ ഇതെന്ന് പറയുന്നത്
നമ്മൾ ഫുഡിന് വേണ്ടിയിട്ടാണ് അകത്ത് പോയത്. ഇത് അങ്ങനെയല്ല, ഇവന്മാർ പണി ബോംബുമായിട്ടാണ് പുറത്തേക്ക് വരുന്നത്. നമുക്കുള്ള പണിയാണത്. നമുക്കപ്പോൾ കർക്കശമായിട്ട് നിന്നേ പറ്റത്തുള്ളൂ. മനസ്സിലായില്ലേ? അതാണ് സംഭവം. അത് കഴിഞ്ഞിട്ടാണ് കിരീട യുദ്ധം എന്ന് പറഞ്ഞ ടാസ്ക് വരുന്നത്. ടാസ്കിന്റെ പ്രത്യേകതയൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ക്യാപ്പ് അടിച്ചു മാറ്റണം. 7 ടീമുണ്ട്. 7 ടീമും ബിഗ് ബോസ് കൊടുത്ത ടീമാണ്. 3 സൂപ്പർ പവറാണ് ലാസ്റ്റ് വിജയിക്കുന്ന ടീമിന് കിട്ടുന്നത്. 3 ആഴ്ചത്തേക്കുള്ള നോമിനേറ്റ് ചെയ്യാം ഡയറക്റ്റ്. 3 ആഴ്ച ഇമ്മ്യൂണിറ്റി കിട്ടും. 3 ആഴ്ചത്തെ ഒരാഴ്ച ഫാമിലി വന്ന് വീട്ടിൽ നിൽക്കും. അപ്പോൾ തൊപ്പി അടിച്ചു മാറ്റണം. ഇന്ന് ഒരു റൗണ്ടേ നടന്നുള്ളൂ. ഇനി ബാക്കി 5 റൗണ്ട് ഉണ്ട്. 4 ദിവസമാണ് ടാസ്ക് കേട്ടോ. നാളെ എന്തൊക്കെ നടക്കുന്നുള്ളത് കണ്ടറിയാം പ്രൊമോയ്ക്കകത്ത്. അപ്പോൾ ടീം 1 ലക്ഷ്മി, ജിഷിൻ, നിവിൻ. ടീം 2 അക്ബർ, രേണു, ഷാനവാസ്, സൂപ്പർ ടീം. ടീം 3 ജിസേൽ, യെസ് ബിഗ് ബോസ്, അനുമോള്, അയ്യോ ശൈത്യ, അനു ഇതിൻ്റെ പെട്ട അവസ്ഥയാണ്. ടീം 4 മസ്താനി, റന, ആര്യൻ. അതായത് പ്രശ്നങ്ങളുള്ള എല്ലാവരും കൂടെ ഒന്നിച്ചിട്ടേക്കാ. ടീം 5 ശരത്, ബിഗ് ബോസ് ദൈവമേ എനിക്ക് അക്ബർ പോയി, അഭിനയെങ്കിലും കിട്ടണേ. അനീഷ്, ലെവനെ കിട്ടിയത്, അയ്യേ. സാബു. ടീം 6 ബിന്നി, നൂറ, അഭിലാഷ്. ടീം 7 ആദില, ഒനീൽ ആൻഡ് പ്രബീൻ. അങ്ങനെ എല്ലാവരും ക്യാപ്റ്റന്മാരെ തിരഞ്ഞെടുക്കൂ. അതിനകത്ത് നിവിൻ ക്യാപ്റ്റൻ ആവുന്നു ടീം 1-ന്റെ. ടീം 2-ന്റെ രേണു ക്യാപ്റ്റൻ ആവുന്നു. ടീം 3-യുടെ ജിസേൽ ക്യാപ്റ്റൻ ആവുന്നു. മസ്താനി ക്യാപ്റ്റൻ ആവുന്നു. അനീഷ് ക്യാപ്റ്റൻ ആവുന്നു. നൂറ ക്യാപ്റ്റൻ ആവുന്നു. ഒനീൽ. ഈ ക്യാപ്റ്റന്മാരാണ് ജയിച്ചു കഴിഞ്ഞാൽ തീരുമാനിക്കുന്നത് ഈ പവർ ആർക്ക് കൊടുക്കുന്നു. ഈ ക്യാപ്റ്റന്മാർ അനങ്ങാൻ പാടില്ല. ബാക്കി 2 സഹായികളാണ് ഓടേണ്ടത്. മനസ്സിലായില്ലേ? അപ്പം ബസർ അടിക്കുകയാണ്. ഓട്ടം, നെട്ടോട്ടം. പല ആൾക്കാരും പലരെയും ടാർഗറ്റ് ചെയ്യുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ആദ്യം ടാർഗറ്റ് വന്നിരിക്കുന്നത് രേണുവിനാണ്. അതെ, ആദ്യത്തെ ടാർഗറ്റ് രേണുവിനാണ് വന്നിരിക്കുന്നത്. രേണുവിൻ്റെ തലയിലെ പുറത്തുകൂടെ എല്ലാവരും കൂടെ ഓടുന്നു, ചാടുന്നു, പിടിക്കുന്നു. അതെ, അക്ബർ രേണുവിൻ്റെ തലയിലെ പിടിച്ചു വെച്ചേക്കാണ്. അനീഷ് പുതപ്പിൻ്റെ അടിയിൽ ക്യാപ്പ് വെച്ചിട്ടില്ല. അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് ക്യാപ്പ് വെക്കണം, തലയിൽ ക്യാപ്പ് വെക്കണം. ജിസേലിനെ ഇവിടെ എല്ലാവരും കൂടെ ഇട്ട് പിടിക്കുന്നുണ്ട്. രേണുവിനെ പോയിട്ട് രേണുവിൻ്റെ ക്യാപ്പിൻ്റെ ഒരു അറ്റം പിടിച്ച് അവിടെ കൊണ്ട് വെക്കുന്നുണ്ട് കേട്ടോ, ഹുക്കിൻ്റെ അവിടെ. അത് കഴിഞ്ഞ ശേഷം അനീഷ് ഇവിടെ പുതപ്പിനകത്ത് കിടന്നു. എൻ്റെ പൊന്നോ, ശ്വാസം മുട്ടി. അനീഷിന്റെ തലയുടെ പുറത്താണ് എല്ലാവരും മുഖവും തലയല്ല എല്ലാവരും വന്ന് ഇരിക്കുന്നത്. തലയുടെ പുറത്ത് എല്ലാവരും കൂടെ ശ്വാസം മുട്ടിപ്പോവില്ലേ, എല്ലാവരും കൂടെ വന്നിരിക്കുകയാണ്. അപ്പം ബിഗ് ബോസ് അനൗൺസ് ചെയ്യാണ് ശ്വാസം മുട്ടിക്കരുതെന്ന് പറയുന്നു. അങ്ങനെ നിവീൻ അവിടെ ഒളിച്ചിരിക്കുന്നു കേട്ടോ. അത് നല്ല സ്ട്രാറ്റജിയാണ്. പക്ഷേ എത്ര നാൾ ഒളിച്ചിരിക്കാൻ പറ്റും? അങ്ങനെ ഷാനവാസ് അനീഷിന്റെ തൊപ്പി എടുക്കുകയാണ്. കീറിപ്പോയി തൊപ്പി. എന്നിട്ട് അവിടെ കുത്തുന്നു. അപ്പം തന്നെ ബസർ അടിക്കുന്നു. ടാസ്ക് കംപ്ലീറ്റ് ആകുന്നു. ടാസ്ക് നിർത്തുകയാണ്. അപ്പം ശരത്ത്, എടി ലക്ഷ്മി, നീ ഇങ്ങനെ കളിക്കലട്ടാ, നീ എത്രമാത്രം അവനെ ബുദ്ധിച്ചിട്ടെന്ന് നമുക്കറിയാം. അപ്പോൾ അനീഷ് ഇങ്ങനെ ഇരിക്കണത്. അനീഷിന് ബോധമില്ല, ശ്വാസം കിട്ടാതെ എത്ര നേരം. നിങ്ങൾ കണ്ടതൊന്നുമല്ല, ലൈവിൽ പോയി കണ്ടു നോക്കണം. ലൈവിൽ കാണിച്ചിട്ടില്ല. ഒരു 10-15 മിനിറ്റ് പുള്ളിക്കാരൻ ശ്വാസം ഇല്ലാതെ നിന്ന്. സത്യം, ശ്വാസം എല്ലാം കൂടെ പിടിച്ചു വെച്ച്. അനീഷിന് മുഖമൊക്കെ അങ്ങോട്ട് പച്ച കളറായി, നീല കളറായിട്ട്, ഓക്സിജൻ കിട്ടാതെ ഇങ്ങനെ അങ്ങ് ഇരിക്കുക അനീഷിൻ്റെ മുഖം. അയ്യോ, അവസാനം ആദ്യം കൊണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ രേണു, മോളെ കളിച്ചെന്ന് പടിയെന്ന് വീണതാ പുള്ളിക്കാരി. പടിയെന്നാണ് വീണത്. അങ്ങനെ തൂക്കിയെടുത്തുകൊണ്ട് രേണുവിനെ കൊണ്ടുപോകുന്നു. അത് കഴിഞ്ഞ് അനീഷ് ബോധമില്ല, അനീഷിനെ കൊണ്ടുപോകുന്നു. റിസൾട്ട് പറയുന്നു ഷാനവാസ് ടീം ജയിച്ചിരിക്കുകയാണ്. ശരത്ത്, എടി ലക്ഷ്മി, നീ കളിച്ചത് വൃത്തികെട്ട കളിയാണ്, നിന്റെ മോതിരോട്ട് നീ മൂക്കിലിടിച്ചല്ലേ എന്നൊക്കെ പറയുന്നത്. കാണാൻ അടുത്ത ടാസ്കിലൊക്കെ എന്ന് പറയുന്നത്. അനീഷിൻ്റെ ടീം ഔട്ടാവുന്നു. ഭയങ്കര വിഷമം വരുന്നുണ്ട്. ആര്യയും ജിഷിനും ശരത്തുവേ. ആര്യ ഇവിടെ നൂറിൻ്റെ അടുത്ത് പോയപ്പോൾ ഫിസിക്കൽ അവർ രേണുവിൻ്റെ അടുത്ത് പോയി ഫിസിക്കൽ എന്താ ഫിസിക്കൽ ആരോടും ചെയ്യാൻ പാടില്ലേ. പിന്നെ രേണു ചേച്ചിയെ തൊട്ടാ പിന്നെ പിടിച്ചാൽ പിന്നെ ചത്തു. രേണു ചേച്ചി ഇങ്ങനെ പോയി സുചേട്ടൻ്റെ അടുത്ത് പോവും. അപ്പോൾ ജിഷിൻ, അയ്യോ, രാവിലെ പഞ്ചസാര, ഉച്ചയ്ക്ക് ലഞ്ചിന് പഞ്ചസാര, വൈകുന്നേരം ഡിന്നറിന് പഞ്ചസാര. ഈ പഞ്ചസാര എല്ലാം കഴിച്ച് പുള്ളിക്കാരി ഡിം. രേണു ചേച്ചി മിക്കവാറും സുചേട്ടൻ്റെ അടുത്ത് പോവും. അപ്പോൾ ജിഷിൻ, അപ്പോൾ ആര്യൻ, അയ്യോ, അക്ബറിൻ്റെ അടുത്ത്. രേണു ചേച്ചി മിക്കവാറും സൂചിച്ചേട്ടൻ്റെ അടുത്ത് പോകും. എടാ ഇങ്ങനെ പറയല്ലടാ, മോശം, ഇങ്ങനെ പറയില്ല. എന്ത്? ഞാൻ പറയും, അതിനെന്ത് കുഴപ്പം? ഞാൻ പറയും. എടാ അങ്ങനെ പറയല്ല, നീ പറഞ്ഞ വൃത്തികേടാണ്. ഇത് ഞാൻ പറയും, എന്താ കുഴപ്പം? ഞാൻ പറയും. എടാ അങ്ങനെ പറയും. ശരത്തെ പറയും, അവൻ പറയട്ടെ, അത് അവൾ വീക്കാണ്, അതാണ് പറഞ്ഞത്. അങ്ങനെയല്ല, അതിന് മര്യാദ കാണിക്കും. നീ അക്ബർ, നീ അങ്ങനെ പറയരുത്, നീ പറയുന്നത് തെറ്റാണ്. പറയും. അതെന്താണ് ഇത്? അപ്പൊ ജിഷിൻ, തമാശയായിട്ട് എടുക്കുക അക്ബറെ, നീ വലിയ ഇതൊന്നും കാണിക്കുക, ഒന്ന് അന്മാമരം, അവൻ വലിയൊരു അന്മാമരം ഇറങ്ങിയിരിക്കുന്നു. ഞാൻ പറയും. എന്താ ഞാൻ പറയും? എടാ സോറി പറയുന്നത് തെറ്റാണ്, അങ്ങനെ പറയാൻ പാടില്ല. ഷാനവാസ്, എന്താണ്? അല്ല, രേണുവിൻ്റെ അടുത്ത്, സുധീരുടെ അടുത്ത് രേണു പോകും, ഇതൊന്നും ശരിയല്ല കേട്ടോ, അങ്ങനെ പറയരുത്, അത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. പറയും. നീ ആരാണ് പറയാതെ? അങ്ങനെയല്ല, നിങ്ങൾ അക്ബർ, നീ അനീഷിച്ച് പോയപ്പോഴത്തേക്ക് നീ ചിരിച്ചില്ലേ? അയ്യോ, അത് കംപ്ലീറ്റ്ലി വേറെയാണ്. ഇതൊക്കെ കണ്ട അനു, എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ലല്ലോ. ആരും ഒന്നും
അപ്പം അവൻ ചെയ്യും, അല്ലെങ്കിൽ ചെയ്തതൊന്നും സമ്മതിക്കാത്ത ഒരാളാണ്. അത് കഴിഞ്ഞ ശേഷം ആര്യനും അക്ബർ ശരത്തും കൂടെ ഇത് പറഞ്ഞ് കോംപ്രമൈസ് ആകും. പക്ഷെ ആര്യൻ ഒട്ടും അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല കേട്ടോ. നിനക്ക് സീക്രട്ടായിട്ട് തോന്നിയില്ലേ? നിനക്ക് തോന്നിയില്ലേ അത്? ഞാനത് തമാശയായിട്ട് എടുത്തതാണ്, പക്ഷെ നിങ്ങൾ അതിനെ കാര്യമായിട്ട് എടുത്ത് എനിക്കെതിരെ വന്നതിനാണ്. അത് കഴിഞ്ഞ് ആര്യൻ രേണു ചേച്ചിയുടെ അടുത്ത് പോയിട്ട്, രേണു ചേച്ചി സോറി കേട്ടോ, ഞാൻ വേറൊന്നും കൊണ്ട് ഉദ്ദേശിച്ചതല്ല, നിങ്ങളൊന്നും കഴിക്കുന്നില്ലല്ലോ, അതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ഇങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞതാണ്, കളിച്ചിട്ട് തമാശയായിട്ട് പറഞ്ഞതാണ്. അങ്ങനെ അല്ല, ചിരിച്ച് കളിയാക്കിയതാണ്. മനസ്സിലായില്ലേ? ഒരാളുടെ ആരോഗ്യത്തെ കളിയാക്കിയാണ് ചെയ്തത് ആര്യൻ. അത് കഴിഞ്ഞ് ആര്യനും അക്ബറും ഷാനവാസും ശരത്തും കൂടെ, ഷാനവാസ് എന്തുവാ ഷാനവാസിക്കാ, ഇതിപ്പോൾ കഷ്ടമായില്ലേ, എനിക്ക് കടിക്കാൻ പറ്റാത്തത് അവൻ കടിച്ചല്ല, എടാ നീ ചിരിച്ചോണ്ട് എന്നെ കൊല്ലാതെ. ക്യാമറ നോക്കി പറഞ്ഞു, അനീഷ് ഇതാ എന്നെ കടിച്ചിരിക്കുകയാണ്, നിങ്ങൾ വേണ്ട നടപടി എടുക്കണം അനീഷിനെതിരായിട്ട്. അത് കഴിഞ്ഞ് ജിസേലും അനുവും ജയിലിൽ പോവുക. ബിഗ് ബോസ് ജയിലിൽ കയറി എൻ്റെ ഫോട്ടോ, നിൻ്റെ അടുത്ത് ഫോട്ടോ വെക്കാൻ പറഞ്ഞിട്ടില്ലേ ജിസേൽ, നിവീൻ? എനിക്ക് പിന്നില്ല, പിന്ന് വരും. ഐ ആം ദ ക്യാപ്റ്റൻ, ഒബേ മീ. SR ജിസേലെ. എന്നിട്ട് ഇതാണ് എൻ്റെ പുതപ്പ്. അനു പുതപ്പൊന്നും വേണ്ട, ഇതൊക്കെ മതി. പിന്നെ എവിടെ അങ്ങ് വെക്കാം, വാഴാൻ പോവേലെ, 2 മണിക്കൂറത്തെ കാര്യം. അത് കഴിഞ്ഞ് ശരത്തും സാബുമോനും പോയിട്ട്, എടാ അനീഷേ, നീ ഒറ്റ ഒരുത്തനാണ് നമ്മുടെ എല്ലാം ഇല്ലാതാക്കിയത്, നീ ഒറ്റ ഒരുത്തനാണ് നമ്മുടെ ടാസ്ക് കുളമാക്കിയത്, നീയാണ് ഉത്തരവാദി കേട്ടല്ലോ. അത് കഴിഞ്ഞിട്ട് ജിസേലും, നീ 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 എന്തിനാ അനു വാശി പിടിക്കുന്നത്? നീ എന്തിനാ റിവെഞ്ച് എടുക്കുന്നത്? നീ കൊച്ചിലെ ഇങ്ങനെ തന്നെയാണോ? ഒരാളെ അവരുടെ കോൺസിക്വൻസസ് ഒന്നും അറിയാണ്ട് ഒരാളെ വിഷമിപ്പിക്കാനും വേദനിപ്പിക്കാനും നിനക്ക് എങ്ങനെ പറ്റുന്നത്? അത് ശരിയായ കാര്യമാണോ? അപ്പോൾ അനു ഉണ്ടായിരിക്കുന്നത്, അല്ല ഒരാളുടെ അനുവാദം ഇല്ലാണ്ട് നീ ടിഷ്യൂ പേപ്പറൊക്കെ ഉപയോഗിച്ച് എന്നെ ഒരച്ചത് ശരിയാണോ? അല്ല, ഒരാളുടെ അനുവാദം ഇല്ലാണ്ട് ഞാൻ ഒരാളുടെ മുഖത്ത് തൊട്ടത് തെറ്റ് തന്നെയാണ്. അത്രേ ഉള്ളൂ. നീ ചോദിക്കാതെ പല കാര്യങ്ങളും നീ ചെയ്യുന്നുണ്ട്, അതിൻ്റെ കോൺസിക്വൻസസ് നീ അറിയുന്നില്ല, എന്നിട്ട് നീ കരയുന്നു, നീ കരഞ്ഞ് വിക്ടിം കാർഡ് കളിക്കുന്നു. എന്താ ചെയ്യുന്നത്? നീ എല്ലാ കാര്യത്തിലും ഇങ്ങനെ തന്നെയാണ്. ഞാൻ കരയുന്നുണ്ടോ? ഞാൻ കരയില്ല, ബിക്കോസ് ഞാൻ സ്ട്രോങ് ആണ്. നീ എന്തിനാ കരയുന്നത്? നീ കരഞ്ഞത് വിക്ടിം കാർഡ് കളിക്കുകയാണോ? ശരിയാണോ ഇത്? ശരിയാണോ? അങ്ങനെ ചെയ്യരുത്. ഓക്കെ, നീ പ്രേക്ഷക സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ കരയുന്നത്? അങ്ങനെ കരയുന്നത് ശരിയാണോ? നീ ഫുൾ എപ്പിസോഡ് ആദ്യം പോയി കാണ്. എനിക്കൊന്നും പറയാനില്ല. എപ്പിസോഡ് ആദ്യം പോയി ഫുൾ കാണ്. മറക്കുന്നേ അപ്പോൾ നീ സോറി പറയില്ല, എനിക്കെതിരെയുള്ള ഒന്നും അലിഗേഷനും സോറി പറയില്ല നീ? ഇല്ല, ഞാൻ പറയൂല ഞാൻ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പം ജിസേൽ, ഇത്രയും വലിയ അലിഗേഷൻ ഇട്ടിട്ട് നീ എന്നോട് സോറി പറയില്ല അല്ലേ? അപ്പം നീ നല്ല മനുഷ്യനാണോ? നീ നല്ല മനുഷ്യനല്ല. ഇത്രയും വലിയ അലിഗേഷൻ, നിന്റെ ഗെയിം അല്ല ഇത് മോളെ. ഇത്രയും നിന്റെ ഇമോഷൻസ് വെച്ച് കളിക്കരുത്. നീ ഇമോഷൻസ് കൺട്രോൾ ചെയ്യുക. ഇതെല്ലാം കഴിഞ്ഞ ശേഷം ആദിലയും ശൈത്യയും, എൻ്റെ പോലെ ഒടുക്കത്ത ഗെയിം ചേഞ്ചിങ് കോൺവെർസേഷൻ. ആദില എല്ലാം അവൾക്ക് കണ്ടന്റാണ്. ആകെ ഉള്ളത് ശ്വാസം മാത്രമേ ഉള്ളൂ കണ്ടന്റ് അല്ലാത്തത്. ഫുഡ് ഉണ്ടാക്കുന്നത്, ഫുഡ് ഇതാക്കുന്നത്, ഫുഡിൽ വഴക്കിടുന്നത്, കരയുന്നത്, നമ്മുടെ ആര്യൻ്റെ കോംബോ, എല്ലാം നമ്മളിതിനകത്ത് പെട്ടുപോയ അവസ്ഥയാണ്. സത്യം പറഞ്ഞാൽ അവളുടെ ഗെയിമാണ് ഇതെല്ലാം. എനിക്ക് ശരിക്കും പറഞ്ഞാൽ കട്ടപ്പ അവളാണ്. ഞാനൊരു കംബാക്ക് നടത്താനാണ് ആഗ്രഹിക്കുന്നത് സ്റ്റൈറ്റി. അനുമോളുടെ സാരിത്തുമ്പി നടന്നു എന്ന് പറയാൻ എനിക്ക് ആഗ്രഹമില്ല. നാളെ എൻ്റെ അടുത്ത് ഒരു ഇൻ്റർവ്യൂവർ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തുത്തരം പറയും ഇതിന്? ശൈത്യ, അവക്കെല്ലാം കണ്ടൻ്റാടി, ആ പാവ പ്ലാച്ച് പോലും അവൾക്ക് കണ്ടൻ്റാണ്, ശരിക്കും ഉള്ള ഗെയിമർ അവളാടി എന്ന് പറഞ്ഞ് ശൈത്യ അവിടെ ദീർഘനിശ്വാസം ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.